ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ മുകളായി ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചേർത്ത് കുരുമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്ത് 1 മണിക്കൂർ കുഴച്ച് വെക്കാം. ഒരു ചട്ടി വെച്ച് ഇതിലേക്ക് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ചട്ടിയിലേക്കിട്ട് അധികം മൂത്ത് പോവാതെ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ ഓയിൽ തന്നെ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നല്ലോണം വഴന്ന് വരാൻ നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഇത് ഗോൾഡൻ കളറാവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നുകൂടി വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് നല്ല ഗോൾഡൻ കളറാവുന്ന വരേക്കും വഴറ്റിയാലേ ഇത് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ നല്ല ജീരകം പൊടിച്ചതും 1/4 സ്പൂൺ ഗരം മസാലയും ഉപ്പും ചേർത്ത് നമുക്ക് ഇതൊന്നുകൂടി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 2-3 തക്കാളി വേവിച്ചരച്ചതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് വറുത്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നുകൂടി നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഉണ്ടാക്കുന്ന രീതി അളവിനനുസരിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഒരു 4 സ്പൂൺ തൈരും ചേർത്ത് നമുക്ക് ഇതൊന്നുകൂടി വഴറ്റി കൊടുക്കാം. ഇതെല്ലാം നല്ലോണം വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതോ അല്ലെങ്കിൽ കീറിയതോ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്നും കൂടി യോജിപ്പിച്ച് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് തിളച്ച വെള്ളം ചേർക്കാം. ഇതൊന്നുകൂടി ഇളക്കി നമുക്ക് ഇതിലേക്ക് മല്ലിയില ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ചെറുതായി കട്ട് ചെയ്ത മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മുകളായി റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കുബൂസ് അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു പത്തിരി ഉണ്ടാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് ചെറിയ ചൂടിൽ കുറച്ച് തിളച്ച വെള്ളം ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും പഞ്ചസാരയും ചേർത്ത് നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കലക്കി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് എത്ര കുബൂസ് ഉണ്ടാക്കുന്നതിനനുസരിച്ച് മൈദ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് മൈദ ചേർത്ത് നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് പാലൊഴിച്ച് നമുക്ക് അധികം ലൂസാവാതെ ഇതൊന്ന് കുഴച്ചെടുക്കാം. അധികം ലൂസായി പോയാൽ നമുക്കിത് പരത്തിയെടുക്കാൻ കഴിയുന്നതല്ല. നല്ലോണം കുഴച്ചതിന് ശേഷം നമുക്കിത് 1/2 മണിക്കൂർ ഒന്ന് അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യാം. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഓരോ പത്തിരിക്കും കണക്കാക്കി ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഓരോ പത്തിരിക്കും കണക്കാക്കി മുറിച്ചെടുക്കാം. വെറുതെ കുറച്ച് പൊടിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുത്താൽ മതി. ചട്ടിയിൽ എണ്ണ ഒന്നും തേക്കാതെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. നല്ലോണം വെന്ത് വരുമ്പോൾ ഇത് 2 ഭാഗമായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ മേലെ തേച്ച് കൊടുക്കാം. ബട്ടർ തേച്ചതിന് ശേഷം നമുക്ക് ഇത് ചട്ടിയിൽ നിന്നും മാറ്റാം. അങ്ങനെ ഓരോ പത്തിരിയും നമുക്ക് ഇതുപോലെ പരത്തി ചുട്ടെടുക്കാം. ഈ ചാനൽ നിങ്ങൾ കാണുന്നതിനോടൊപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും സപ്പോർട്ടും ഷെയറും ചെയ്യണേ. അങ്ങനെ നമ്മുടെ ചിക്കൻ മുകളായി കുബൂസ് റെഡി ആയിട്ടുണ്ട്.